ഒരാഴ്ചയിലേറെയായി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ ദാരുണ അപകടം. ആ അപകടത്തിൽ അത് തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ട് തന്നെയും പിന്നെ അതുപോലെ തന്നെ തൻ്റെ മകളുടെ പേരിലുള്ള ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ഭാഗമായി സുരേഷ് ഗോപി പല കാര്യങ്ങളും ചെയ്യാറുള്ളത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്കും സഹായഹസ്തവുമായി ഇപ്പോൾ നടൻ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. തൻ്റെ മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ പേരിൽ പണ്ട് തുടങ്ങിയതാണ് ആ ചാരിറ്റബിൾ സൊസൈറ്റി. അതിപ്പോഴും വളരെയധികം ഭംഗിയായി കൊണ്ടുപോകുന്നത് ഭാര്യയും അതുപോലെ തന്നെ നടനുമാണ്. ഇപ്പോഴിതാ ഭാര്യയുടെ അതായത് രാധികയുടെ പ്രത്യേക ആവശ്യപ്രകാരം തന്നെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി പൈസ നൽകിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ ദാരുണമായ അപകടം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾക്ക് അപ്പുറമാണ് എന്ന് അദ്ദേഹം എഴുതുന്നു. പൂരങ്ങളെയും ജീവിത വിശ്വാസം പോലെ തന്നെ നെഞ്ചിലേറ്റുന്ന തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആ കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവർക്ക് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നു. കേവലം ഒരാഘോഷം എന്നതിലുപരി നമ്മുടെ സാംസ്കാരിക പൊതുതലങ്ങളെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും കാത്തുസൂക്ഷിക്കാനും അവയെക്കുറിച്ച് സംസാരിക്കുവാനും സാമൂഹ്യ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുകൂടി ഇപ്പോൾ സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്താറുള്ളൊരു വ്യക്തി കൂടിയാണ് നടൻ സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അതനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത്. നടനും നടൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് ഫണ്ട് റിവീൽ ചെയ്യുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ എല്ലാവരും നന്ദി പറയുന്നത് രാധികയ്ക്ക് തന്നെയാണ്. സുരേഷ് ഗോപി ഇത്തരം പ്രവർത്തികളൊക്കെ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വലിയ ചാരിറ്റബിൾ സൊസൈറ്റിയാക്കി നിലനിർത്തുന്നതും രാധിക തന്നെയാണ്. മലയാളി പ്രേക്ഷകർക്ക് നടനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് നടൻ്റെ കുടുംബത്തോടും പ്രത്യേകിച്ച് ഭാര്യ രാധികയോടുമുള്ള ഇഷ്ടം. സാധാരണ താരപത്നിമാരെക്കാളും രാധികയോട് ഒരു പിടി ഇഷ്ടം മലയാളികൾക്ക് കൂടുതലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. മലയാളികൾ അതെപ്പോഴും ശ്രദ്ധിക്കാറും ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. നിരവധി പേരാണ് അവിടെയുള്ളവർക്ക് സഹായം അറിയിച്ചുകൊണ്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വക സഹായം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു. ഇതെന്തായാലും രാധിക തന്നെയാണ് മുൻകൈയേറ്റ് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപിയുടെ സ്നേഹം മകളുടെ രൂപത്തിലാണ് എത്തുക. തൻ്റെ മരിച്ചുപോയ മകളെക്കുറിച്ചാണ് എപ്പോഴും നടൻ വാതോരാതെ സംസാരിക്കാറുള്ളത്. ഇപ്പോഴിതാ മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ താരം ചെയ്യാറുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.